ഡൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം ടോട്ടൽ 16 ഇഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ താഴെ 4.5 + 1 മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ മടക്കി തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് 14.5 കിട്ടും. ആ 14.5യിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് 14 തന്നെ നമ്മൾ കറക്റ്റ് സ്ലീവിൻ്റെ ലെങ്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ റഫായിട്ട് നമ്മുടെ കൈ കൊണ്ട് വരയ്ക്കുന്നതും നമ്മുടെ ഹാം ഹോളിൻ്റെ സ്കെയിൽ കൊണ്ട് വരയ്ക്കുന്ന തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചത്. നമ്മൾ റഫായിട്ട് വരയ്ക്കുമ്പം ഇങ്ങനെ സ്ലീവ് റഫായിട്ട് വരയ്ക്കും. അതിനുശേഷം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 2 ടൈപ്പ് ഓഫ് സ്കെയിലുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഇതാണ്. ഇതുപയോഗിച്ച് നമുക്കെന്ന് പറഞ്ഞാൽ ഇതുപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സെയിം അളവ് തന്നെയായിരിക്കും നമ്മൾ മറ്റേത് ഉപയോഗിച്ചും ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുക, നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ മറ്റേ സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 8 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ തുണി എടുത്തിരിക്കുന്നത്. ആ 8 ഇഞ്ച് വീതിയിൽ നമ്മൾ ആ ടേപ്പ് ചരിച്ച് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സെൻറ്റർ നമുക്ക് ഇപ്പം 8.5 ഉണ്ടെങ്കിൽ 4.25 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ സ്കെയിൽ വെച്ചിട്ട് ആ മാർക്ക് ചെയ്തത് വരെ ഒന്ന് വരയ്ക്കണം. എന്നിട്ട് ആ സ്കെയിൽ നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടില്ലേ രണ്ടും ചെയ്തതിൻ്റെത് സെയിം തന്നെയാണ് അളവ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ചല്ല ഞാൻ സൈഡിലെ സ്ലീവിൻ്റെ വരയ്ക്കാറ്. ഞാൻ എപ്പോഴും ഹിപ്പ് കർവിൻ്റെ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ 4 ഇഞ്ചോളം നമുക്കവിടെ എക്സ്ട്രാ തുണി വേണ്ടി വരില്ല. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമുക്ക് തയ്യൽ തുമ്പാണേലും എക്സ്ട്രാ ഉള്ളിലേക്ക് അത്രയും കിടക്കില്ല. അപ്പം നമ്മൾ സെയിം ആ കർവ് സ്കെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിന് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ 2 ടൂളും മസ്റ്റായിട്ടും തുടക്കക്കാരുടെ കയ്യിലുണ്ടായിരിക്കണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് തന്നെ